നമസ്തേ. ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് എല്ലാ കാര്യത്തിലും കൺട്രോൾ വേണം, എല്ലാ കാര്യത്തിലും എനിക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ പരീക്ഷയുടെ മാർക്കിൽ, എൻ്റെ ടൈം ടേബിളിൽ, അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ, എല്ലാ കാര്യത്തിലും എനിക്ക് കൺട്രോൾ വേണമെന്നുള്ള ആ ഒരു ചിന്ത. പക്ഷേ ഞാൻ പറയുകയാണ്, അതിന് വിപരീതമായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാത്തിലും നിയന്ത്രണമുള്ള സമയത്താണോ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്? അതോ നമ്മൾ ഈ കൺട്രോൾ ഒന്ന് ലൂസാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഞാൻ പറയുന്നത് ആത്മനിയന്ത്രണത്തിൻ്റെ കാര്യമല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോളിൻ്റെ കാര്യമാണ്. അതെ, അനിശ്ചിതത്വത്തിനെ പേടിയില്ലാത്തതായിട്ടുള്ള അവസ്ഥ, റിസ്ക് എടുക്കാനായിട്ട് ഭയമില്ലാത്തതായിട്ടുള്ള അവസ്ഥ. അനിശ്ചിതത്വത്തിനെ പേടിയില്ല, റിസ്ക് എടുക്കാനായിട്ട് ഭയമില്ല എങ്കിൽ നീയാണ് അടുത്തതായിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത്. കാരണം പ്രപഞ്ചം എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ആ ഒരു കൺട്രോൾ സിസ്റ്റത്തിനപ്പുറത്തേക്ക് പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളും കൂടെ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായിട്ടുള്ള റിസോഴ്സസ്, നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് എടുത്തുപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതോ ഒരു കൺട്രോൾ ചെയ്യണമെന്നുള്ള ചിന്ത വന്ന് നമ്മുടെ ഈഗോ നിറഞ്ഞ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ അടച്ചു വച്ചിരിക്കുകയാണോ? അപ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ അതൊരു ഗിവ് ആൻഡ് ടേക്ക് സിസ്റ്റമാണ്. നമ്മൾ ചില കാര്യങ്ങൾ ആക്ടിവേറ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വ്യക്തിത്വത്തിനെ ഒരു രാജാവാക്കി മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എനിക്ക് എല്ലാത്തിലും നിയന്ത്രണം വേണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ കുറയ്ക്കുകയാണ്. എല്ലാം പ്ലാൻ ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ എപ്പോഴാണോ ഞാൻ കൺട്രോൾ ഒഴിവാക്കുന്നത്, ആ സമയത്ത് പവർ ആരംഭിക്കുകയായി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്ത് പ്ലാൻ ചെയ്തു പോയ അവസരങ്ങളിൽ ആയിരിക്കണമെന്നില്ല. ആക്സിഡൻ്റലായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവൻറ്റ്സ് അരങ്ങേറുകയും അതിനോടുള്ള നമ്മുടെ പ്രതികരണം അതിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മുടെ പിന്നീടുള്ള ലൈഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ പറയുകയാണ്, എവറിത്തിങ് ഈസ് നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുകയാണ്, പല സമയത്തും ഈ കൺട്രോൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എപ്പോഴാണ്, എനിക്ക് ഇന്ന രീതിയിലുള്ള ഫലം കിട്ടണം, ഇന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ്. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫലത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ടെൻഷനും ഫ്രസ്ട്രേഷനും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. ഇപ്പം ചില ജോലികളൊക്കെ ഉണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ. ഇത്ര ആൾക്കാരെ ചേർക്കണം, അല്ലെങ്കിൽ ഇത്ര പണം ഉണ്ടാക്കണം, ഇത്ര ലാഭം ഉണ്ടാക്കണം, ഇത്ര സെയിൽസ് നടത്തണം, അങ്ങനെയൊക്കെയുള്ള ടാർഗറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഏതൊരാളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അത് ആസ്വദിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ 1% താഴെ പോലും ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഒരു വാളിങ്ങനെ തലയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, ഫലമല്ല. അപ്പോൾ പിന്നെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം? റിസൾട്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂവ് അല്ലെങ്കിൽ നമ്മുടെ ചലനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ റിസൾട്ടിനെ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കുന്നില്ല. ഔട്ട്കം എന്താണ് എന്നുള്ളതിൽ നമ്മൾ കടുംപിടുത്തം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇപ്പോഴെന്താണോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ ഭാരം കുറയും, നമ്മുടെ വർക്കിനെ കൂടുതൽ ആസ്വദിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കൺട്രോളിൽ വെച്ചിരുന്നതായിട്ടുള്ള റിസൾട്ടിൻ്റെ അപ്പുറത്തേക്കുള്ള റിസൾട്ട് ചിലപ്പോൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾക്ക് കൂട്ടായിട്ട് പ്രപഞ്ചവും കൂടെ വരാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. ഈ ലോകത്തിലെ ഏത് മനുഷ്യനേക്കാളും ഏത് സംഘത്തിനേക്കാളും ഏറ്റവും വലിയ കൂട്ട് എന്ന് പറയുന്നത് ഒരു മതവിശ്വാസത്തിനും അപ്പുറത്തേക്ക് ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കൂട്ട് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിനെ കൂട്ടുപിടിച്ചതായിട്ടുള്ള വ്യക്തികൾ ആത്യന്തികമായിട്ട് വിജയിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യു ആർ വാട്ട് യു ആലോ. നിങ്ങൾ എന്തായിത്തീരുന്നു, നിങ്ങൾ അനുവദിക്കുന്നതെന്തോ അതായിട്ടാണ് മാറുന്നത്. അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ നിയന്ത്രണത്തിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ തകർന്നു പോകുമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ചു പോകുന്ന വ്യക്തികൾ ജീവിതത്തിൽ പെട്ടെന്നൊരു തിരിച്ചടി വരുന്ന സമയത്ത്, കാരണം നമുക്ക് ഭാവിയെക്കുറിച്ച് അറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്തരം വലിയ തിരിച്ചടികൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ള വ്യക്തികളാണ് പെട്ടെന്ന് തകർന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ എല്ലാം എൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് മുന്നേ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് വരുന്ന കാര്യത്തിനെ എന്തോ അതിനെ അവിടെ വെച്ച് ഫേസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിൽ വരുന്നതായിട്ടുള്ള ഒരു റിസ്കിനെ ഫേസ് ചെയ്യാനുള്ള രീതിയിൽ അയാളുടെ മനസ്സ്, അയാളുടെ ബുദ്ധി ഒക്കെ പാകപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അയാളുടെ ആത്മാവും പ്രപഞ്ചവും ആ സമയത്ത് അയാളെ പിന്തുണയ്ക്കുകയും ചെയ്യും.
അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന നിയന്ത്രണം എന്നുള്ള സംഗതി മാറ്റി അതിന് പകരം നമ്മൾ റിസ്ക് എടുക്കുന്നു എന്നുള്ള മനോഭാവത്തിലേക്ക് വരുന്ന സമയത്ത് ആത്യന്തികമായിട്ട് ഉന്നതമായിട്ടുള്ള വിജയമുണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് സുരക്ഷിതനല്ലാത്തത്? പലരും വിചാരിക്കും റിസ്ക് എടുക്കുന്നതല്ല, സേഫ് സോണിൽ കഴിയുന്നതാണ് സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ സുരക്ഷിതനല്ലാത്തത് റിസ്ക് എടുക്കാത്ത വ്യക്തിയാണ്. കാരണം ഒരുവൻ റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ അവൻ സ്റ്റാഗ്നന്റ് ആയിട്ട് മാറുകയാണ്. അവനെ മറ്റാരെങ്കിലും രക്ഷിക്കും, മറ്റെന്തെങ്കിലും യോഗങ്ങൾ അവനിലേക്ക് വന്നു ചേരും, വേറെ ആരുടെയെങ്കിലും ലോട്ടറി അവൻ അടിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, പണിയെടുക്കൂ, റിസ്ക് എടുക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ റിസ്ക് എടുക്കാനുള്ള മനസ്സുണ്ടാകുന്ന സമയത്തും നിയന്ത്രണങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കെട്ട് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത സമയത്തും നമുക്ക് അനിശ്ചിതത്വങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും കാമാണ് എന്നുള്ളതാണ്. നെർവസ് സിസ്റ്റം സ്റ്റഡി ആകുന്ന സമയത്ത് നമ്മുടെ തീരുമാനങ്ങൾ ക്ലിയർ ഉള്ളതായിട്ട് മാറും. ഏറ്റവും കെയോട്ടിക് ആയിട്ടുള്ള സമയത്ത് നമുക്ക് കാമായിട്ടുള്ള ഒരു മനസ്സ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാത്തിനെയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മേലുദ്യോഗസ്ഥന്മാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർക്ക് പെട്ടെന്ന് പ്രായമാകും, അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, എപ്പോഴും ഫ്രസ്ട്രേഷനും നിരാശയുമായിരിക്കും. എന്തെങ്കിലും ഒരു തിരിച്ചടി വന്നിട്ടുണ്ടെങ്കിൽ ആകെയെല്ലാം തകരുന്ന അവസ്ഥയുമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റം കാമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാത്തിലും നിയന്ത്രണം വേണ്ട, പ്രപഞ്ചം നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് സെർട്ടേണിറ്റി അല്ലെങ്കിൽ എല്ലാം ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ നടക്കും എന്നുള്ള ആ ചിന്തയേക്കാൾ ഉപരിയായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? ഞാൻ പറയുന്നു, സെർട്ടേണിറ്റിയെക്കാളും നമുക്ക് വേണ്ടത് സെൽഫ് ട്രസ്റ്റ് ആണ്. ആത്മവിശ്വാസം, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ് ഈ പറയുന്ന നമ്മൾ ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്നുള്ള ഉറപ്പിനപ്പുറത്തേക്ക് വേണ്ടത്. കാരണം നമ്മളിൽ തന്നെ വിശ്വാസമുണ്ടെങ്കിൽ ആ കാര്യം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഔട്ട്കമ്മിനെ കുറിച്ച് അധികം വേവലാതി ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ വിചാരിച്ച ഔട്ട്കമ്മിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം നമുക്ക് കൊണ്ടുതരികയും ചെയ്യും. എന്തായാലും ഞാൻ കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസം, അതാണ് രാജാക്കന്മാരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇതൊന്നും ഉറപ്പായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു രാജാവ് എത്ര നാൾ നിലനിൽക്കും എന്നറിയില്ല. ശക്തനായിട്ടുള്ള ഒരു ശത്രു വന്നാലോ അല്ലെങ്കിൽ കൂടെയുള്ളവർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയാലോ ബാഹുബലി പോലും വീണു പോകുന്നതായിട്ടുള്ള അവസ്ഥ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും ഞാൻ കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ആ രാജാവിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഉറപ്പുകളല്ല. അതുപോലെ തന്നെ ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് കൺട്രോൾ ചെയ്ത് പോകുന്ന ആളുകളുടെ ഒക്കെ പ്ലാനും പദ്ധതിയും ഒക്കെ പൊളിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ്, ഞാനൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, സേഫായിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അവിടെ ഒരു നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ വരുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാം പ്ലാൻ ചെയ്തു പോയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തകർച്ച ഉണ്ടാകുകയാണ്. ഞാൻ പറയുന്നു, നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, നമ്മൾ കാത്തിരിക്കുന്നില്ല, നമ്മൾ അഡാപ്റ്റീവാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നതനുസരിച്ച് ഉപയോഗിക്കാനും മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നു. മാറ്റങ്ങളെ നമുക്ക് ഇംബ്രേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം മാറ്റമാണ് പെർമനന്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യമേ പ്രപഞ്ചത്തിൽ. എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഔട്ട്കമ്മിന് വേണ്ടി അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ? വെയിറ്റിംഗ് എന്ന് പറയുന്നത് ക്ഷമയുടെ വേഷമിട്ടുകൊണ്ട് ഭയം വന്ന അവസ്ഥയാണ്. കാത്തിരിപ്പ് എന്ന് പറയുന്നത് ക്ഷമയുടെ വേഷമിട്ടുകൊണ്ട് വന്ന ഭയം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ആ കപടമായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ഫിയറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു വെയിറ്റിംഗ് അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അഡാപ്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സമയം പാഴാക്കാതെ തന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കയറാനായിട്ട് സാധിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത അവസ്ഥയിൽ പലതിലേക്ക് ചാടിക്കളിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വം എപ്പോഴും സ്വാതന്ത്ര്യമായിട്ടാണ് തോന്നുന്നത്. അത് തുറന്ന വഴികളാണ്, അടഞ്ഞ മാപ്പുകളല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടിമകളെ ഭയപ്പെടുത്തുന്ന കാര്യവും രാജാക്കന്മാരെ ശക്തരാക്കുന്നതായിട്ടുള്ള കാര്യവുമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടിമകളെ ഭയപ്പെടുത്തുന്നു, കാരണം അവർക്ക് കംഫർട്ട് സോണിൽ നിന്ന് പോകാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ശക്തരായവരെ ഉണർത്തുന്ന കാര്യവും കൂടിയാണ്. അതിനാൽ ഞാൻ പറയുന്നു, നമ്മൾ അടിമകളല്ല. അനിശ്ചിതത്വത്തിൽ ശാന്തനായവൻ ഭാഗ്യത്തിനെ കാത്തിരിക്കുന്നില്ല, അവൻ ഭാഗ്യത്തിനെ സൃഷ്ടിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ഉള്ളിൽ ഈ ഒരു ശക്തികളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. അനിശ്ചിതത്വങ്ങളെ പുലുകിക്കൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് രാജാവായിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. തുടരുവാൻ വേണ്ടി നമസ്തേ.